സൗജന്യ യാത്ര എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല കാര്യം തന്നെയാണ്. ഒത്തിരിയും അതുകൊണ്ടുള്ളൊരു ഉപകാരമുണ്ട്. നമുക്ക് പെട്ടെന്ന് പലർക്കും പല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പെട്ടെന്ന് ഒരു ഇത് വരുന്നത് നല്ലൊരു കാര്യമാണ്. എനിക്കത് അത്ര വലിയ നല്ല അഭിപ്രായമായിട്ടൊന്നും തോന്നുന്നില്ല. നല്ലതാണ് നമുക്ക് ഫ്രീ ആയിട്ട് പോകുക എന്ന് പറയുന്നത്. പക്ഷേ അതൊന്നും എത്ര നാൾ ഇത് മുന്നോട്ട് പോകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. KSRTC മാത്രമേ യാത്ര ചെയ്യുള്ളൂ എന്നുള്ളതാണോ? മിക്കവാറും യൂസ് ചെയ്യാം. ഗവൺമെന്റ് തരുന്ന സ്കീംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. സ്വകാര്യ വണ്ടിയല്ലേ നമ്മൾ പോകുന്നത്. എന്നാലും ഇത് നല്ലൊരു പ്രസ്ഥാനം. നിന്ന് പോകാതിരിക്കാനായിട്ടാണ് നമുക്ക് ആഗ്രഹമുള്ളത്. ഇത് വളരെ നല്ല കാര്യം. എന്നാലും ശരിക്കും പ്രൈവറ്റ് ബസ് വ്യവസായത്തെ ശരിക്കും ഇത് ബാധിക്കും. ഇച്ചിരി പ്രായമുള്ളവർക്കോ 60 വയസ്സിന് മേളിലുള്ളവർക്ക് എല്ലാവർക്കും എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ജോലിക്ക് പോകുന്നവർക്കും അല്ലാതെ പോകുന്നവർക്കും എല്ലാം ഇങ്ങനെ ആകുന്നതൊരു നമസ്കാരം. വരുന്ന തിങ്കളാഴ്ച മുതൽ KSRTC ഓർഡിനറി ബസ്സുകളിൽ വനിതകൾക്ക് സൗജന്യ യാത്രയാണ്. പ്രിയദർശിനി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ പദ്ധതിക്ക് വലിയ സ്വീകരണമാണ് ലഭിക്കുന്നത്. ആദ്യം KSRTCയിലെ എല്ലാ ബസ്സുകളിലും സ്ത്രീകൾക്ക് സൗജന്യ യാത്ര ഒരുക്കുമെന്നായിരുന്നു പ്രഖ്യാപനമെങ്കിലും ഇപ്പോൾ എല്ലാ ഓർഡിനറി ബസ്സുകളിലും സൗജന്യമായി യാത്ര നൽകുമെന്നാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് മാർഗനിർദ്ദേശങ്ങളും ഗതാഗത വകുപ്പ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇത് ഇത്തരത്തിൽ വെള്ള നീല വാഹനങ്ങളിലെ ഓർഡിനറി ബസ്സുകളാണ്. ഈ ഓർഡിനറി ബസ്സുകളായ ടൗൺ ടു ടൗൺ, ലിമിറ്റഡ് സ്റ്റോപ്പ്, ഓർഡിനറി തുടങ്ങിയ ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്രയാണ്. ഈ ബസ്സുകളിൽ പ്രിയദർശിനി എന്ന സ്റ്റിക്കർ പതിക്കുകയും ചെയ്യും. തിങ്കളാഴ്ച രാവിലെ 8:30 മുതലാണ് സ്ത്രീകൾക്ക് സൗജന്യമായി യാത്ര ചെയ്യാൻ കഴിയുന്നത്. ഇതര സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തുന്ന സ്ത്രീകൾക്കും സൗജന്യ യാത്രയാണ്. മാത്രമല്ല ട്രാൻസ്ജെൻഡേഴ്സിനെയും ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാർത്ഥിനികൾക്ക് കൺസെഷൻ എടുക്കാതെ തന്നെ സൗജന്യമായി ബസ്സിൽ യാത്ര ചെയ്യാം. ഏതായാലും വനിതകളൊക്കെ തന്നെ വലിയ സന്തോഷത്തിലാണ്. തിങ്കളാഴ്ച മുതൽ സൗജന്യ യാത്ര ചെയ്യുന്നതോടെ അവർക്ക് സാമ്പത്തിക നേട്ടമുണ്ടാകും, വരുമാനം അവർക്ക് വർദ്ധിക്കുമെന്നൊരു അഭിപ്രായമാണ് ഉണ്ടാകുന്നത്. കേരളത്തിൽ തന്നെ ചരിത്രപരമായ ഒരു വിപ്ലവമാണ് സംസ്ഥാന സർക്കാരിൻ്റെ പ്രിയദർശിനി പദ്ധതിയിലൂടെ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ യാത്രക്കാരോട് തന്നെ ചോദിക്കാം, ഇവർ ഈ പദ്ധതിയെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്, എങ്ങനെയാണ് ഈ പദ്ധതിയെ വരവേൽക്കുന്നത്? നമുക്ക് ഈ യാത്രക്കാരോട് തന്നെ, വനിതാ യാത്രക്കാരോട് തന്നെ ചോദിക്കാം. തിങ്കളാഴ്ച മുതൽ വനിതകൾക്ക് സൗജന്യ യാത്രയാണ്. അതെ, സ്ഥിരമായിട്ട് KSRTC ബസ്സിലാണ് യാത്ര ചെയ്യുന്നത്? അല്ല, രണ്ടിലും മാറി മാറി യാത്ര ചെയ്യാറുണ്ട്. ഇനിയിപ്പം സ്ഥിരം KSRTC ആവും? ഇല്ല, അങ്ങനെ പറയാൻ പറ്റത്തില്ല. നമ്മുടെ യാത്രയുടെ സൗകര്യം അനുസരിച്ച് പ്രൈവറ്റിലും ട്രാൻസ്പോർട്ടിലും കയറാൻ സാധ്യതയുണ്ട്. സൗജന്യ യാത്ര എങ്ങനെയാണ് നിങ്ങളുടെ അഭിപ്രായം? നല്ല കാര്യം തന്നെയാണ്. നമുക്ക് ഒത്തിരിയും അതുകൊണ്ടുള്ളൊരു ഉപകാരമുണ്ട്. നമുക്ക് പെട്ടെന്ന് പലർക്കും പല സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. പെട്ടെന്ന് ഒരു ഇത് വരുന്നത് നല്ലൊരു കാര്യമാണ്. എനിക്കത് അത്ര വലിയ നല്ല അഭിപ്രായമായിട്ടൊന്നും തോന്നുന്നില്ല. നല്ലതാണ് നമുക്ക് ഫ്രീ ആയിട്ട് പോകുക എന്ന് പറയുന്നത്. പക്ഷേ അതൊന്നും എത്ര നാൾ ഇത് മുന്നോട്ട് പോകുമെന്നൊന്നും പറയാൻ പറ്റത്തില്ല. അതൊന്നും അത്ര ഇതായിട്ട് തോന്നുന്നില്ല. പിന്നെ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഇച്ചിരി പ്രായമുള്ളവർക്കോ 60 വയസ്സിന് മേളിലുള്ളവർക്ക് എല്ലാവർക്കും എന്നുള്ള രീതിയിലൊക്കെ ആണെങ്കിൽ അതൊക്കെ നല്ലതാണ്. ഇതിപ്പോൾ എല്ലാവർക്കും ജോലിക്ക് പോകുന്നവർക്കും അല്ലാതെ പോകുന്നവർക്കും എല്ലാം ഇങ്ങനെ ആകുന്നതൊരു അത്രയൊരു ഇതായിട്ട് തോന്നുന്നില്ല. ശരിയായി വരുമെന്ന് തോന്നുന്നില്ല, അത്രേ ഉള്ളൂ. ഇപ്പോൾ കർണാടകയിൽ ഞാൻ പഠിച്ചപ്പം അവിടെ ആധാർ കാർഡിലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ കൺസെഷൻ. അപ്പം ഇവിടെ എല്ലാവർക്കും കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ഗവൺമെൻറ് ചെയ്യുന്ന ഒരു നല്ല കാര്യമായിട്ട് തോന്നും. KSRTC മാത്രമേ യാത്ര ചെയ്യുള്ളൂ എന്നുള്ളതാണോ? മിക്കവാറും യൂസ് ചെയ്യാം. ഗവൺമെന്റ് തരുന്ന സ്കീംസ് ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. എവിടെ പോകണമെന്നാണ് ആഗ്രഹം? ദൂര സ്ഥലങ്ങളിലേക്ക് വിടുന്ന സർവീസ് അങ്ങനെയൊക്കെയുള്ള പ്ലാൻ ഉണ്ടോ? ഇതുവരെ അങ്ങനെ കൂട്ടുകാരൊക്കെ തമ്മിൽ ഇല്ല, ഇതുവരെ അങ്ങനെ വർക്കിന് മെയിൻലി ഇറ്റ്സ് ബെനിഫിഷ്യൽ. ഒത്തിരി വർക്ക് പ്രൊഫഷണൽസിനൊക്കെ അവർക്കൊക്കെ ബെനിഫിറ്റ് ആണ്. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായം. തിങ്കളാഴ്ച മുതലാണ് സൗജന്യമായ യാത്രയാണ്. നിങ്ങൾ സാധാരണ KSRTC ബസ്സിന് യാത്ര ചെയ്യുന്നത് കോളേജിൽ പോകാനാണോ അതോ നാട്ടിലേക്ക് ട്രാവൽ ചെയ്യാൻ വേണ്ടിയായിരിക്കും. നാട്ടിലേക്ക്? ഈ അതിന് നിലമ്പൂർക്ക് മാത്രമേ ഉള്ളൂ എനിക്കൊരു ദൂരയാത്രയുള്ളൂ. അല്ല, അങ്ങോട്ടും ഫ്രീ ആക്കണമെന്നാണോ? വേണ്ട വേണ്ട, എങ്ങും വേണ്ട. ഫ്രീ അല്ലേലും പോവും. യാത്ര ഇഷ്ടമാണോ? യാത്രയൊന്നും ഇഷ്ടമല്ല. മല്ലപ്പള്ളി വരെ വരും, അണ്ടാണ് ഇമ്മപ്പടിക്ക് ഇറങ്ങും, ഞാനങ്ങ് പോകും. എന്താണ് ചേച്ചിയുടെ അഭിപ്രായം? എന്താണ്? തിങ്കളാഴ്ച മുതൽ നിങ്ങൾക്ക് സൗജന്യമായിട്ട് ഓർഡിനറി ബസ്സുകൾ യാത്ര ചെയ്യാമല്ലോ. നല്ല കാര്യമാണ്. നല്ല കാര്യമാണ്. യാത്രയൊക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? യാത്ര പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്ക് സ്വകാര്യ വണ്ടിയല്ലേ നമ്മൾ പോകുന്നത്. എന്നാലും ഇത് നല്ലൊരു പ്രസ്ഥാനം. നിന്ന് പോകാതിരിക്കാനായിട്ടാണ് നമുക്ക് ആഗ്രഹമുള്ളത്. എല്ലാ ബസ്സുകളും ലോക്കലേ ഉള്ളോ? അതോ ഓർഡിനറി ബസ്സുകൾ? ഓർഡിനറി ബസ്സുകൾ നല്ല കാര്യമാണ്. സ്ഥിരം യാത്ര ചെയ്യുന്ന ആളാണോ? സ്ഥിരം യാത്രയുണ്ട്, പക്ഷെ നമ്മൾ സ്കൂട്ടറിനാണ് പോകുന്നത്. ജോലിയുണ്ട്, സ്കൂട്ടറിനാണ് പോകുന്നത്. ഇനിയിപ്പം KSRTC ബസ്സിലാവൂ? അത് പറയാൻ പറ്റത്തില്ല. നമ്മുടെ സമയമായിരിക്കും പ്രധാനമായിട്ടല്ലേ?
അതെ അതെ ഉം. എല്ലാ സമയത്തിനനുസരിച്ച് റൂട്ടിലും ഒന്നും ഇല്ലല്ലോ, ആ. അപ്പം അതിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓ. KSRTC മാത്രമുള്ള റൂട്ടിലാണെങ്കിൽ ഏറ്റവും നല്ല പ്രയോജനമായിരുന്നു, ഒരുപാട് ആൾക്കാർക്ക് പ്രയോജനം വരുമായിരുന്നു. ഇവിടെയൊക്കെ നമുക്ക് കൂടുതലും പ്രൈവറ്റ് ബസ്സുകളല്ലേ ഉള്ളത്. ഇത് വളരെ നല്ല കാര്യം. എന്നാലും ശരിക്കും പ്രൈവറ്റ് ബസ് വ്യവസായത്തെ ശരിക്കും ഇത് ബാധിക്കും. ഒരുപാട് സ്ത്രീകൾ ഈ പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിച്ച് യാത്ര ചെയ്യുന്നല്ലേ? പിന്നെ തീർച്ചയായിട്ടും അവരെല്ലാം KSRTCയിലേക്ക് പോകും. മിക്കവാറും ഒരു 50% ഇവിടെ കൂടുതൽ ഓർഡിനറിയാണ് സർവീസ് നടത്തുന്നത്. അതിൻ്റെ ഇപ്പം തീരുമാനം ഇന്ന് വൈകിട്ടത്തേനൊക്കെ ക്ലിയറായിട്ട് അറിയാമായിരിക്കും എല്ലാ ഓർഡിനറിക്കും ഉണ്ടോ എങ്ങനെയാണെന്നേ. അവർക്കും പിന്നെ സാമ്പത്തിക ബാധ്യത ഭയങ്കരമാകുമല്ലേ. ശമ്പളം, ഡീസല്, പെൻഷന്, വണ്ടിയുടെ മെയിൻ്റനൻസ് എല്ലാം വരുമ്പോൾ KSRTCക്കും ബാധ്യത വരികയല്ലേ. അതിൻ്റെയൊക്കെ അനുസരിച്ച് വരുവുള്ളായിരിക്കണം. സംസ്ഥാന സർക്കാരിൻ്റെ പ്രിയദർശിനി പദ്ധതിയിൽ വനിതകൾ ഏതായാലും ഏറെ സന്തോഷത്തോടെയാണ് അവരത് സ്വീകരിക്കുന്നത്. പലരും യാത്ര ചെയ്യാനുള്ള ത്രില്ലിലാണ്. അതേസമയം പല സ്ഥലങ്ങളിലേക്കും ഈ ഓർഡിനറി ബസ് സർവീസുകൾ ഇല്ലാത്തതിൻ്റെ വിഷമവും അവർ പങ്കുവച്ചിട്ടുണ്ട്. അതേസമയം ഈ വിദ്യാർത്ഥിനികൾക്കൊക്കെ കൺസെഷൻ സൗജന്യമായി നൽകുന്നതൊപ്പം തന്നെ ഈ KSRTC ബസ്സിൽ വിദ്യാർത്ഥികൾക്ക് സൗജന്യമായി യാത്ര ചെയ്യുന്നതിനുള്ളൊരു അവസരം നൽകണമെന്നുകൂടി ഉള്ളൊരു പ്രഖ്യാപനം അല്ലെങ്കിൽ അഭിപ്രായങ്ങൾ ആളുകൾ പറയുന്നുണ്ട്. മാത്രമല്ല ഈ പദ്ധതി ഇങ്ങനെ നിർത്തലാകാതെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് അഭിപ്രായം പറഞ്ഞ ആളുകളുമൊക്കെ ഉണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിൽ സൗജന്യ യാത്ര ഉണ്ടായിരുന്നു. എന്നാൽ തങ്ങളുടെ നാട്ടിൽ ഇത് വരുന്നതിൻ്റെ സന്തോഷമൊക്കെയാണ് ഈ ഇതര സംസ്ഥാനങ്ങളിലൊക്കെ പോയി പഠിച്ച വിദ്യാർത്ഥിനികളൊക്കെ പങ്കുവച്ചത്. ഏതായാലും ഈ പ്രിയദർശിനി പദ്ധതി സൗജന്യമായി ബസ് യാത്ര വനിതകൾക്കായി ഒരുക്കുന്ന ഈ പദ്ധതിയോട് മികച്ച പ്രതികരണം തന്നെയാണ് ആളുകൾക്ക് പറയാനുള്ളത്. ക്യാമറമാൻ ജിതിനൊപ്പം CR ശ്യാം, മറുനാടൻ മലയാളി, കോട്ടയം.